ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാപ്പിച്ചിനോൻ്റെ റെസിപ്പി ആയിട്ടാണ്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും പിന്നെ ഇതുപോലൊരു കോഫി ഉണ്ടാക്കി നോക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒരു കോഫി കുടിക്കാൻ അതിയായ ഒരു ആഗ്രഹം തന്നെയായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ വീട്ടിലും ബ്ലെൻഡറും പിന്നെ അതുപോലെ തന്നെ വിസ്കോ ബീറ്ററോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു നോർമലായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസും ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ കാപ്പിച്ചിനോ നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഏതെങ്കിലും ബ്രാൻഡിലുള്ള ഒരു കാപ്പി പൗഡർ നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാപ്പിയും പിന്നെ അതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടി ഒത്തിരി കൂടിപ്പോയാൽ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. 2 ടീസ്പൂൺ കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ നമുക്കൊരു 6 ഗ്ലാസോളം കാപ്പിച്ചിനോ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സാധാരണ തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. വെള്ളത്തിന് പകരം പാൽ എടുത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ക്രീമി രൂപത്തിൽ കിട്ടും. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക, ഒത്തിരി കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമി രൂപത്തിൽ ആവുമ്പോൾ നമുക്ക് മിക്സിങ് നമുക്ക് നിർത്താം. ഇതാണ് അതിൻ്റെ പരുവം. ഈ മിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാപ്പിച്ചിനോ റെഡിയാക്കുന്നത്. ഈ മിക്സ് നമുക്ക് ഒരു 3-4 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അല്പാൽപ്പായിട്ട് എടുത്ത് നമുക്ക് കാപ്പിച്ചിനോ റെഡിയാക്കാവുന്നതാണ്. ഈ ക്രീമും ചൂടുള്ള പാലും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാപ്പിച്ചിനോ റെഡിയാവും. അപ്പോൾ നമുക്ക് കാപ്പിച്ചിനോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നല്ലൊരു ഗ്ലാസ് ബൗളിലോട്ട് നമുക്ക് ഇതിൽ നിന്നും 1 ടീസ്പൂൺ ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്രീം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ക്രീമിലോട്ട് നമുക്ക് നല്ല ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂടുള്ള പാലിന് പകരം നന്നായിട്ട് തിളപ്പിച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കാപ്പിച്ചിനോക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കാപ്പിച്ചിനോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് 5 രൂപയുടെ ഒരു ബ്രൂ പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രീമി കിട്ടും. പിന്നെ അതുപോലെ നല്ല ചൂടുള്ള പാലിലോട്ട് ആ ക്രീം ചേർത്ത് കൊടുത്താൽ കാപ്പിച്ചിനോ റെഡിയായി. അങ്ങനെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു കാപ്പിച്ചിനോ കഴിക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കടയിലൊക്കെ ഒത്തിരി റേറ്റാണ് കാപ്പിച്ചിനോക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ വിലയേറിയ കമൻറ്റ്സൊക്കെ തരിക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.